वृंदावन रम्यस्थान दिव्य चिंतामणि धाम रतन मंदिर मनोहार। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्टिकी। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ॐ अज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरुं श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं सागरजातां सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादां सहगणा ललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिंधु दीनबंधु जगतपते गोपेश गोपिकाकांत राधाकांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. അപ്പോ എന്നടുത്ത് സുധീം പ്രഭു 3-4 ദിവസം മുൻപ് വിളിച്ചു ചോദിച്ചു, പ്രഭു മലയാളത്തില് ഇങ്ങനെ ഒരു 10-15 നിമിഷം സംസാരിക്കാം, ഒരു ക്ലാസ് കൊടുക്കണം. അപ്പൊ ഞാൻ പ്രഭു അടുത്ത് പറഞ്ഞു, എന്റെ മലയാളം അത്ര നല്ലതായിട്ട് എനിക്ക് അറിയില്ല. എന്നെ ബോംബെയിലിരിക്കുമ്പോ അത്ര മലയാളത്തിന് പ്രാക്ടീസ് ഇല്ല. പ്രഭു പറഞ്ഞു, ഇല്ലേ നിങ്ങൾ ട്രൈ ചെയ്യണം, എത്രയോളം നിങ്ങൾ സംസാരിക്കുക അത്ര ട്രൈ ചെയ്യാം. അപ്പോ ഞാൻ ഫസ്റ്റ് ക്ഷമാ യാചന ഭക്തരോടത്ത് ചോദിക്കുന്നു, എന്റെ മലയാളം അത്ര നല്ലതായിട്ടില്ല. അപ്പോ മലയാളം കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാം. ഹരിനാമം എന്താ എന്തെങ്കിൽ നിങ്ങൾ പറയണം, ഹരിനാമ ഇമ്പോർട്ടൻസ് ഓഫ് ചാൻറ്റിങ് ഹോലി നെയിം. അപ്പോ ഒരു ശ്ലോകമുണ്ട്, അതിനെ നമ്മളുടെ ഒരു ആചാര്യ രൂപ ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്. തുണ്ടേ താണ്ഡവിനീരതിം വിതനുതേ തുണ്ടാവലി ലബ്ധയേ കർണാക്രോഡ കദംബിനി ഘടയത്തെ കർണാർബുദേഭ്യ സ്പൃഹം പ്രാംഗണ സംഗീനി വിജയത്തെ സർവേന്ദ്രിയാനാം കൃതിം നോ ജാനേ ജനിതാ കിയദ്ഭിരമൃതൈ കൃഷ്ണേതി വർണ്ണദ്വയീ. അപ്പൊ ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ട്, തുണ്ടേ താണ്ഡവിനി, ഈ കൃഷ്ണനാമം എന്റെ തുണ്ട പറഞ്ഞ നമ്മളുടെ നാക്കില് വരുമ്പോ തുണ്ടാവലി, എന്റെ ആഗ്രഹം എനിക്ക് ഒരു നാക്ക് മതിയില്ല. തുണ്ട ആവലി, എനിക്ക് 1000 കണക്ക് ലക്ഷക്കണക്ക് നാക്ക് വേണം ഭഗവതിയുടെ നാമം ജയിക്കാൻ വേണ്ടി. ആ കൃഷ്ണയുടെ പേരില് എന്താ ഒരു മധുരം ഉണ്ടോ, ആ മധുരം അനുഭവിക്കാൻ വേണ്ടി എനിക്ക് ലക്ഷക്കണക്കിടെ നാക്ക് വേണം. തുണ്ടേ താണ്ഡവിനി രത്തിം വിത്തനുത്തെ, തുണ്ട ആവലി. അത് കഴിഞ്ഞിട്ട് കർണാക്രോധ്, കർണ പറഞ്ഞ ചെവി, കർണാക്രോധ കദംബിനി ഘടയത്തെ കർണ അർബുദേവ്യ. ഈ കൃഷ്ണനാമം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കാതില് ചെവിയില് പോകുമ്പോ
എനിക്ക് അർബുദേബ്യ പറഞ്ഞ ലക്ഷക്കണക്ക് എനിക്ക് ചെവി വേണം ഇത് കേൾക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ മൂന്നാമത് ലൈനിൽ എന്താ പറഞ്ഞിട്ടുണ്ട് രൂപ ഗോസ്വാമി? ചേത്ത പ്രാങ്കണ സംഗിനി വിജയത്തെ സർവേന്ദ്രിയാന കൃതി. ഈ ഹരിനാമയുടെ ജപം എൻ്റെ ഹൃദയത്തിൽ വരുമ്പോ എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങൾ ടോട്ടലായിട്ട് ഒരു ഇതായിട്ട് ഇനർട്ട്. നോ ജാനെ ജനിത കിയദ്ബിർ അമൃതൈ കൃഷ്ണേതി വർണ്ണദ്വയി. ഈ രണ്ട് അക്ഷരം കൃഷ്ണ, ഈ രണ്ട് അക്ഷരത്തിന് എന്താ ഒരു മധുരമുണ്ട്. ഇറ്റ് ഈസ് വെരി സ്വീറ്റ്. നോ ജാനെ നമുക്ക് അറിയുന്നില്ല. കൃഷ്ണേതി വർണ്ണദ്വയി. അങ്ങനെ അപ്പോ നമ്മളുടെ ശാസ്ത്രത്തില് നോക്കുമ്പോ നോക്കണേ ഇവിടെ ഹരിനാമത്തിന് നല്ല ഒരു മധുരമുണ്ട്. അങ്ങനെ നമ്മളുടെ ആചാര്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളടുത്ത്. പക്ഷെ നമ്മൾ ജപിക്കുമ്പോ നമുക്ക് ആ മധുരം അത്ര കിട്ടുന്നില്ല. എന്തിനു വേണ്ടി? ആ മധുരം നമുക്ക് അത്ര കിട്ടുന്നില്ല. അപ്പൊ അതിനുവേണ്ടി രൂപ ഗോസ്വാമി ഒരു ശ്ലോകത്തില് പറഞ്ഞിട്ടുണ്ട്. സ്യാത് കൃഷ്ണ നാമ ചരിതാദി സിതാപ്യ വിദ്യ പിത്തോപതപ്ത രസനസ്യ നരോചികാനു കിന്തു ആദരാത് അനുദിനം ഖലു സേവ്യ ജുഷ്ടാത് സ്വാദ്വീത് ക്രമാത് ഭവതി തദ്ഗത മൂലഹന്ത്രി. രൂപ ഗോസ്വാമി എന്താ പറഞ്ഞിട്ടുണ്ട്? ഉപദേശാമൃതം ആ പുസ്തകത്തിലെ ഈ ശ്ലോകം ഉണ്ട്. സ്യാത് കൃഷ്ണ നാമ ചരിതാദി സിതാബ്ദ്യ വിദ്യ. കൃഷ്ണയുടെ നാമം, രൂപം, ഗുണ, ലീല അത് ഫുൾ സ്വീറ്റ് മധുരമുണ്ട്. പക്ഷെ പിത്തോപതപ്ത രസനസ്യ നമുക്ക് ഈ ഒരു രോഗമുണ്ട്. അതിനെന്താ ഇംഗ്ലീഷിലെ ജോണ്ടിസ് അങ്ങനെ പറയും. അപ്പോ ആ ജോണ്ടിസ് രോഗം ഉണ്ടെങ്കിൽ നമ്മൾ മധുരം കഴിച്ചെങ്കിൽ ആ മധുരത്തിന് ആ ഇത് കട്ടുന്നില്ല. പക്ഷേ അതിന് ഡോക്ടർ എന്താ പറയും? നിങ്ങൾ ആ കഴിക്കണം ഷുഗർ കെയിൻ. ആ ഷുഗർ കെയിൻ ജ്യൂസ് ആണ് അതിനു വേണ്ടി മെഡിസിൻ. പക്ഷെ നമ്മൾ ആ ജോണ്ടിസ് രോഗം ഉണ്ടെങ്കിൽ ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് ആ സ്വീറ്റ്നെസ്, ആ മധുരം അനുഭവം കിട്ടുന്നില്ല. പക്ഷെ ഡോക്ടർ എന്താ പറയും? നിങ്ങൾ അതേ കുടിച്ചുകൊണ്ടിരിക്കണം റെഗുലർലി. അപ്പൊ നിങ്ങൾക്ക് ആ മധുരം ഒരു ദിവസം കഴിഞ്ഞിട്ട് കിട്ടും. അപ്പൊ രൂപ ഗോസ്വാമി ആ ഇത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണയുടെ നാമ, രൂപം, ഗുണ, ലീല ഒരു മധുരം അങ്ങനെ ഫുൾ സ്വീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ജോണ്ടിസ് രോഗമുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കൃഷ്ണയുടെ നാമം, രൂപം, ഗുണ, ലീല നമുക്ക് ആ മധുരം അനുഭവം കിട്ടുന്നില്ല. പക്ഷെ എന്താ ട്രീറ്റ്മെന്റ്? എന്താ ചെയ്യണം? മരുന്നെണ്ട കഴിക്കണം, മെഡിസിൻ അതാണ് കണ്ടിന്യൂ ചെയ്യണം. കിന്തു ആദരാത് അനുദിനം. അനുദിനം പറഞ്ഞ ഡെയിലി, എവ്രി ഡേ. രാവിലെ നമ്മൾ ഇവിടെ ഓൺലൈനിൽ വന്നിട്ട് ജപിക്കുന്നു. അപ്പൊ എവ്രി ഡേ രാവിലത്തില് ബ്രഹ്മ മുഹൂർത്ത സമയത്തിൽ നമ്മൾ ജപിക്കണം റെഗുലർലി. കിന്തു ആദരാത് അനുദിനം ഖലു സേവ്യ ജുഷ്ട സ്വാദ്വീത് ക്രമാത് ഭവതി തദ്ഗത മൂലഹന്ത്രി. അപ്പൊ നമ്മൾ റെഗുലർലി അങ്ങനെ ചെയ്യുമ്പോൾ സ്ലോലി നമ്മളുടെ ആ രോഗം ക്ലിയർ ആവും. അവിദ്യയാണ് മുഖ്യമായിട്ട് രോഗം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ റെഗുലർ ആയിട്ട് രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ വന്നിട്ട് നമ്മൾ ജപിക്കണം. അതാണ് മെയിൻ. അപ്പോ ഒരു ശിവയുടെ ഒരു ഭക്തരായിരുന്നു. ബദ്രിനാഥില്, കേദാർനാഥില് അവിടെ തപസ്യ ചെയ്തു ഭഗവാൻ ശിവനിന് വേണ്ടി. അപ്പോ ഭഗവാൻ ശിവൻ വന്നിട്ട് ദർശനം കൊടുത്തു ആ ഭക്തരിന്. അപ്പോ ആ ഭക്തരിനെ ചോദിച്ചു, നിനക്ക് എന്താ വേണം? നീ ഇവിടെ കേദാർനാഥില് വന്നിട്ട് എനിക്ക് എന്തേ വേണ്ടി നീ ഇത്ര തപസ്യ ചെയ്തു? അപ്പോ ആ ഭക്തർ പറഞ്ഞു, എനിക്ക് ഒരു മണി വേണം. ആ മണി ചിന്താമണി പറഞ്ഞിട്ട് പറഞ്ഞു. ആ ചിന്താമണിന് ഞാന് ഏതോടൊരു ഇത് മെറ്റൽ പറയൂലേ, അതിനെ സ്പർശം ചെയ്തെങ്കിൽ അതില് സ്വർണമായിട്ട് മാറണം.
അങ്ങനെ എനിക്ക് പൈസ വേണം. എനിക്ക് ആ ഉലകത്തിലെ ഫസ്റ്റ് നമ്പർ റിച്ചസ്റ്റ് പേഴ്സൺ, എനിക്ക് നിറയെ പൈസ വേണം. പക്ഷെ അങ്ങനെ അപ്പോ ശിവ പറഞ്ഞു നിങ്ങള് വൃന്ദാവനിൽ പോണം. അവിടെ യമുനയുടെ അവിടെ ഒരു സനാതൻ ഗോസ്വാമി പറഞ്ഞിട്ട് ഒരു സാധു മഹാത്മാ ഉണ്ട്. ആ മഹാത്മാവിട്ട് അവിടെ പോയി പറയണം, എനിക്ക് ശിവ ഭഗവാന് കേദാർനാഥിന് പറഞ്ഞു നിങ്ങളെ കാണാൻ വേണ്ടി എനിക്ക് മണി വേണം, ചിന്താമണി. അങ്ങനെ അപ്പോ ആ ഭക്തர்கள் കേദാർനാഥിന് ഇവിടെ വൃന്ദാവനത്തെ വന്നു കഴിഞ്ഞിട്ട് അവിടെ എല്ലായിടത്തും ചോദിച്ചു സനാതൻ ഗോസ്വാമി എവിടെയാ താമസിക്കുന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞു ആ ഒരു സ്വാമിജി ഉണ്ട് ഇവിടെ, സനാതൻ ഗോസ്വാമി, അവിടെ നിങ്ങൾ കാണണം. ആ സനാതൻ ഗോസ്വാമി ഇപ്പവും ഹരിനാമയുടെ ജപം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ പോയെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണും. അപ്പോ ആ ഭക്തർ അവിടെ വന്നു. അവിടെ വന്നിട്ട് ഒരു 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 ഹട്ട്, ശരിയായിട്ട് ഒരു കുടിശ്ശിയായിരുന്നു അവിടെ സനാതൻ ഗോസ്വാമി ഉണ്ടായിരുന്നു. അപ്പോ സനാതൻ ഗോസ്വാമിയോട്ട് പറഞ്ഞു, ഞാന് ശിവൻജി നിങ്ങളുടെ അടുത്ത് കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പോ സനാതൻ ഗോസ്വാമി ചോദിച്ചു എന്താ വേണം നിങ്ങൾക്ക്. അപ്പൊ പറഞ്ഞു എനിക്ക് ആ മണി വേണം. ആ മണിയിൽ ഞാൻ എന്തെങ്കിലും സ്പർശം ചെയ്തെങ്കിൽ ആ സ്വർണത്തിൽ മാറും. അങ്ങനെ ഒരു മണി നിങ്ങളുടെ അടുത്ത് ഉണ്ട്. അങ്ങനെ ശിവജി പറഞ്ഞു, അപ്പോ നിങ്ങൾ എനിക്ക് തരണം അത്. അപ്പോ സനാതൻ ഗോസ്വാമി പറഞ്ഞു ആ മണിയല്ലേ, ആ മണി അവിടെ ഡസ്റ്റ്ബിന്നിലോ ഉണ്ട്. അങ്ങനെ പറഞ്ഞു. ഡസ്റ്റ്ബിന്നില് ഭയങ്കര ഒരു ഷോക്ക് കിട്ടി. എന്താണ് അത്ര ഒരു വാല്യൂബിൾ സ്റ്റോൺ ആണ് ഇത്, ആ ഡസ്റ്റ്ബിന്നിൽ എങ്ങനെ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട്, അങ്ങനെ വിചാരിച്ചു. ശരി, അകത്ത് പോയി അവിടെ ആ ഡസ്റ്റ്ബിന്നിൽ നോക്കി. ആ ഡസ്റ്റ്ബിന്നിൽ നോക്കിയപ്പോ അവിടെ ഈ രത്നം ഉണ്ടായിരുന്നു. അപ്പോ വളരെ സന്തോഷമായി. വന്നിട്ട് അവിടെ കുറച്ച് ഈ പൈപ്പൊക്കെ ഉണ്ടായിരുന്നു, പൈപ്പ് അങ്ങനെ. അപ്പൊ അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ സ്പർശിച്ചത് നോക്കി. അപ്പോ സ്വർണത്തിലെ മാറി. അപ്പോ ഭയങ്കര സന്തോഷമായി. അപ്പൊ പറഞ്ഞു സനാതൻ ഗോസ്വാമി മഹാരാജ്, താങ്ക് യു വെരി മച്ച്, എനിക്ക് ഇത് കിട്ടി. എനിക്ക് വളരെ പൈസ വേണം, അതിനു വേണ്ടി ഞാൻ ശിവനോടത്ത് തപസ്യ ചെയ്തു. അപ്പൊ ഞാനിപ്പോ തിരിച്ചു പോകും, താങ്ക് യു അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു പോയി. അപ്പൊ തിരിച്ചു പോകുമ്പോ ആ പുള്ളി വിചാരിച്ചു ഈ സനാതൻ ഗോസ്വാമി അടുത്ത് ഈ മണി ഉണ്ടായിരുന്നു, പക്ഷെ ഈ മണി വന്നിട്ട് അവിടെ ഡസ്റ്റ്ബിന്നിലായിരുന്നു. എങ്ങനെ അങ്ങനെ എന്താ ചെയ്തു സനാതൻ ഗോസ്വാമി? അപ്പോ സനാതൻ ഗോസ്വാമി അടുത്ത് ഇതിനടുത്ത് ഹയർ ഒരു വെൽത്ത്, ഒരു ധനമുണ്ട്, അത് എനിക്ക് വേണം. അപ്പൊ അങ്ങനെ വിചാരിച്ചു തിരിച്ചു വന്നു സനാതൻ ഗോസ്വാമി കാണാൻ വേണ്ടി. അപ്പൊ സനാതൻ ഗോസ്വാമി അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണം, നിങ്ങൾ കിട്ടിയല്ലേ ആ രത്നം? ഇല്ല, അതെനിക്ക് കിട്ടി, പക്ഷെ എന്റെ അടുത്ത് ഒരു പ്രശ്നമായിരുന്നു. നിങ്ങൾ ഈ രത്നം നിങ്ങൾ അവിടെ ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ട് വെച്ചു. അപ്പോ നിങ്ങളടുത്ത് ഇതിന് ഏറ്റവും വലുത് എന്താ ഒരു ധനമുണ്ടോ, അങ്ങനെ ചോദിച്ചു. അപ്പോ സനാതൻ ഗോസ്വാമി പറഞ്ഞു എന്നടുത്ത് ഉണ്ട്, പക്ഷെ അതിനു വേണ്ടി നിങ്ങൾക്ക് ഈ രത്നം വന്ന് യമുനയില് ഇട്ടിട്ട് വരണം, നദിയില്. അപ്പോ ആ ഭക്തർക്ക് വളരെ ഒരു പേടി വന്നു. ഈ രത്നത്തിന് വേണ്ടി ഞാൻ എത്ര വർഷം ഞാൻ തപസ്യ ചെയ്തു, അപ്പോ എങ്ങനെ ഞാൻ ഇത് വിടും? ഇതുണ്ടെങ്കിൽ എന്നോടത്ത് എത്ര പൈസ കിട്ടും, നിറയെ സ്വർണം കിട്ടും, ആ സ്വർണത്തിന് എനിക്ക് ഞാൻ പൈസ കിട്ടും. അപ്പോ സനാതൻ ഗോസ്വാമി പറഞ്ഞു നിങ്ങൾ ഇട്ടിട്ട് വന്നെങ്കിൽ ഞാൻ പറയാം, നിങ്ങളടുത്ത് രഹസ്യം പറയാം. അപ്പോ ആ പുള്ളി പോയിട്ട് യമുനയില ആ മണിയെ എരിച്ചു അവിടെ ഫുള്ളായിട്ട്. അപ്പോ തിരിച്ച് വരുമ്പോ സനാതൻ ഗോസ്വാമി പറഞ്ഞു ഈ മണി എന്തെങ്കിൽ ഇത് ഒരു ഭൗതിക് മണിയാണ്, കുറച്ച് ദിവസത്തിന് വേണ്ടി നിങ്ങളടുത്ത് പൈസ കിട്ടും,
പക്ഷേ ഒരു ദിവസം നിങ്ങൾ ഇവിടുന്ന് പോവും, മരിച്ചു പോവും. ആ മണി ഇവിടെ ഇരിക്കും. ഇല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ആ മണി നിങ്ങളടുത്ത് എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഹരിനാമ ചിന്താമണി പറഞ്ഞ ഈ ഹരിനാമം ഇത് ഏറ്റവും വാല്യൂബിൾ വെൽത്ത് ആണ്. ഈ ആത്മായുടെ വേണ്ടി കൃഷ്ണനാമം അതാണ് ഏറ്റവും വലിയ ധനം. അങ്ങനെ സനാതൻ ഗോസ്വാമി ഹരേ കൃഷ്ണ മഹാമന്ത്രം എങ്ങനെ ജപിക്കണം അത് ഈ ഭക്തർക്ക് പറഞ്ഞു. അതിന് ഈ ഭക്തർ വന്നിട്ട് ഹരേ കൃഷ്ണ നാമത്തിന്റെ ജപം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ നമുക്ക് അറിയാം ഹരിനാമം ഏറ്റവും ധനമാണ് നമ്മളിന് വേണ്ടി. അതിനെ മുകളിൽ വേറെ ഒന്നുമില്ല. അതിനുവേണ്ടി ഭക്തിവിനോദ് ഠാക്കൂർ എന്താ പറയും? നാമ വിനാ കിച്ചു നാഹി ആർ 14 ഭുവൻ. सिक्योरिटी നാമ വിനാ കിച്ചു നായിക ആര് 14 ഭുവന മാജി. ഭക്തിവിനോദ് ഠാക്കൂർ എന്താ പറയുന്നത്? ഈ 14 ലോകത്തിന് ഹരിനാമന്റെ മുകളില് വേറെ ഒന്നുമേ ഇല്ല. നാമ വിനാ കിച്ചു നായിക ആര്. അപ്പൊ അങ്ങനെ നമ്മളുടെ ആചാര്യകൾ, ഗുരു, സാധു ശാസ്ത്രത്തില് ഹരിനാമയുടെ മഹത്വം റെഗുലർലി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ റെഗുലർലി ഒരു നീലകണ്ഠ ഗോസ്വാമി പറഞ്ഞിട്ട് ഒരു ആചാര്യ ഹരേർ നാമൈവ കേവലം അങ്ങനെ പറഞ്ഞിട്ട് 8 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. മധുരം മധുരേഭ്യോപി മംഗളേഭ്യോപി മംഗളം പാവനം പാവനേഭ്യോപി ഹരേർ നാമൈവ കേവലം. മധുരം മധുരേഭ്യോപി എല്ലായിടത്തും മധുരം മധുരമായിട്ട് എന്നാണ് ഉലകത്തിന് ഹരേർ നാമൈവ കേവലം. മധുരം മധുരേഭ്യോപി മംഗളേഭ്യോപി മംഗളം ഏറ്റവും മംഗള പറഞ്ഞ ഓസ്പീഷ്യസ്നെസ്, ദ ഗ്രേറ്റസ്റ്റ് ഓസ്പീഷ്യസ്നെസ് പറഞ്ഞിട്ട് ഹരേർ നാമൈവ കേവലം. പാവനം പാവനം പറഞ്ഞ ശുദ്ധം, ഏറ്റവും ശുദ്ധം ചെയ്യാൻ വേണ്ടി ഉലകത്തില് ഹരേർ നാമൈവ കേവലം. അങ്ങനെ ഒരു 8 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതില് നീലകണ്ഠ ഗോസ്വാമി പറഞ്ഞിട്ട് ഹരിനാമയുടെ മഹത്വം എന്താണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ നമ്മൾ നെക്സ്റ്റ് ടൈം ഡിസ്കസ് ചെയ്യാം. ഓൾമോസ്റ്റ് ഐ തിങ്ക് ടൈം ആയി.